നീരാ വണ്ടി തള്ളിക്കൊണ്ട് കരഞ്ഞോണ്ട് തന്നെ. അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം ചിരിച്ചു തളരരുതെന്ന്, അതുകൊണ്ടാ കരഞ്ഞു തള്ളിക്കൊണ്ട് വന്നത്. എന്തോ ഈ ഭൂതൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല. നമുക്ക് എന്താന്ന് വെച്ചാ കിട്ടാനുള്ളത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങണം. ഞങ്ങളെ നമ്മളെ രണ്ടുപേരും രണ്ട് പാത്രത്തിലാക്കാൻ നോക്കുന്നടാ. നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കണം, അല്ല സ്വന്തം വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് ഭാരമായി നിൽക്കാനല്ലേ. കണ്ടോ നിങ്ങളേന്ന് ഇവള് വിളിച്ച കേട്ടോ, നിങ്ങളേന്ന് ഈ മൂരാച്ചി വിളിച്ച കേട്ടടാ. അവള് പറഞ്ഞ സത്യമല്ലേ മൂരാച്ചി, മൂത്ത ചേച്ചി. അപ്പച്ച ആരോഗ്യത്തോടെ ചോദിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങോട്ട് ചെന്ന് ചോദിക്കും. അമ്മച്ചി വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചില്ലേ? ചക്ക പുഴുങ്ങി വെക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്നും കഴിച്ചില്ലേ? ബിരിയാണിയാ, മട്ടൻ ബിരിയാണി. എനിക്ക് കൂടെ അവക്ക് വാങ്ങിച്ചതാ. ആ തൊട്ട് കഴി. പരിപാടി കൊക്കോപ്പുഴു ആവുള്ളൂ. ഞാനേ ഈ നശിച്ച ചൂണ്ട പണയം വെക്കാനായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. 100 രൂപ കിട്ടും. ഞാൻ അപ്പൊ മാർക്കറ്റിൽ പോയി 100 രൂപ മീൻ മേടിച്ചോണ്ട് വരാം, അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ള തോന്നൽ വേണം. അങ്ങനെങ്കിലും മീൻകൂട്ടി ചോർന്നല്ലോ. എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ അമ്മച്ചി. എന്റെ ഇച്ചായ ഇങ്ങോട്ട് വരട്ടെ. വന്നേച്ചാലും മതി. എല്ലാ കൂട്ടുകാരികൾക്കും ഗൾഫിൽ കിടക്കുന്നവന്മാരെ കിട്ടി. എനിക്ക് കിട്ടിയതോ 24 മണിക്കൂർ ഷാപ്പിൽ കിടക്കുന്ന ഒരുത്തനെ.